എല്ലാ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദികമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ അടുത്തൊരു പാർട്ടാണ് സംസാരിക്കുന്നത്. അതായത് ചാർലി മുങ്കറിൻ്റെ സൈക്കോളജിക്കൽ ലെവൽസ്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിന് സഹായകരമാകുന്ന സൈക്കോളജിക്കൽ ലെവൽസിനെ കുറിച്ചാണ്. അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നമ്മളുടെ മാനസികമായ അപഗ്രഥനം, ഒരു ഇൻവെസ്റ്റേഴ്സിന് വേണ്ട ഒരു മാനസിക പക്വത എങ്ങനെ ആർജിക്കാം എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത്. 5 മിനിറ്റിനുള്ളിൽ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്ന 2 തരം ആളുകളെയാണ് കാണുന്നത്. അതായത് എല്ലാ ഗുണദോഷങ്ങളും പരിഗണിച്ച് മുഴുവൻ സമയവും എടുത്ത് കാര്യങ്ങൾ ചിന്തിച്ച് തീരുമാനം എടുക്കുന്ന ആളുകളാണ് ഒരു കൂട്ടം. എന്നാൽ മിക്ക ആളുകളും അവരുടെ തീരുമാനം വൈകിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനെക്കുറിച്ച് ചാർലി തൻ്റെ പല പുസ്തകങ്ങളിലും പല അഭിമുഖത്തിലും നമ്മളോട് പങ്കുവച്ച ഒരു സൈക്കോളജിക്കൽ ഫാക്റ്റ് ഇതിനു പിന്നിലുണ്ട്. ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി വേഗത്തിൽ തീരുമാനമെടുക്കുകയും സ്വയം സ്ട്രെസ് ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. കാരണം അവൻ തൻ്റെ തീരുമാനം വൈകിപ്പിച്ചാൽ ആ തീരുമാനത്തെക്കുറിച്ച് പിന്നീട് ആഴത്തിൽ ചിന്തിക്കേണ്ടതായിട്ട് വരും. അതിനാൽ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രോസസ്സിൽ നിന്നും അയാൾ എന്തെങ്കിലും ഒരു പുതിയ പ്രശ്നം കൂടി കണ്ടെത്താനുള്ള സാധ്യതയുമുണ്ട്. പിന്നീട് അയാൾക്ക് അതും കൂടി കൈകാര്യം ചെയ്യേണ്ടതായി വരും. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ ജോലി ചെയ്യാം എന്നാണ് തീരുമാനിക്കുന്നത്. ഭാവിയിൽ എന്തു സംഭവിക്കും എന്ന് കണ്ടറിയണം എന്ന മനോഭാവം നമ്മളിൽ പലർക്കും ഉണ്ടാകുന്നത് എന്തു സംഭവിച്ചാലും അതിനെ സംഭവിക്കുന്ന എടുത്തു വെച്ച് കാണാം എന്ന നമ്മുടെ മനോഭാവത്തിന് ജീവിതത്തിൽ നമ്മെ ശരിയായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അധിക സ്ട്രെസ് ഒഴിവാക്കാനാണ് ചിലപ്പോൾ 5 മിനിറ്റിനുള്ളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത നമ്മൾ ചെയ്യുന്നത്. അതിനെ തുടർന്ന് നമ്മൾ മുൻകൂട്ടി കാണാത്ത എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നു. ഈ പ്രശ്നം മുഴുവൻ നിങ്ങളുടെ ഇൻസ്റ്റന്റ് ചിന്തയുടേതാണ്. സ്ട്രെസ് കൂടുന്നതിൻ്റെ ഫലമായി ഈ ദിവസങ്ങളിൽ എന്തിനെന്നറിയാതെ സമാധാനമായും സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല അപ്പോൾ നമ്മൾ ഒന്നിനെക്കുറിച്ച് ചിന്തിക്കാനും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാം ഇൻസ്റ്റന്റ് ആയിട്ടുള്ളവയാണ്. അതായത് ഇൻസ്റ്റന്റ് ജഡ്ജ്മെൻറ്റ്, ഇൻസ്റ്റന്റ് ഡിസിഷൻ, ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക്, അങ്ങനെ എല്ലാം നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ടുള്ളത് ആണ് ആവശ്യം. എന്നാൽ ഇത് ഒരിക്കലും തന്നെ സംഭവിക്കാൻ പാടില്ലാത്ത ഒരു പ്രോസസ്സാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയതോ അല്ലെങ്കിൽ എന്തെങ്കിലും ജനറൽ മാറ്റേഴ്സ് ഡിസിഷൻ എടുക്കേണ്ടി വരുമ്പോൾ അതിനു മുമ്പ് നിശബ്ദമായിരുന്ന് കുറച്ച് സമയമെടുത്ത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുക്കുക. ചാടിക്കയറി എടുക്കുന്ന തീരുമാനങ്ങൾ പലപ്പോഴും ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് നമ്മളുടെ ജുൻജുൻവാലയുടെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ചാർലി മുങ്കർ പറഞ്ഞത് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ നമ്മൾ എടുക്കരുത്, കുറച്ച് ആലോചിച്ച് വേണം ഓരോ തീരുമാനങ്ങൾ എടുക്കാനാണ് ചാർലി മുങ്കർ പറഞ്ഞിട്ടുള്ള കാര്യം. പക്ഷേ നമ്മൾ നോക്കിയാൽ ജുൻജുൻവാലയുടെ വീഡിയോ കാണാത്തവരുണ്ടെന്ന് കാണുക. അതിൽ ഭാഗം 4 ജുൻജുൻവാല പറഞ്ഞത് ഈ സെയിം തന്നെയാണ്. അതായത് ഓഹരി വിപണിയിൽ ജുൻജുൻവാല എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജുൻജുൻവാല പറയുന്നത് ഒരു ഓഹരി വാങ്ങിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പല വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അതിനുശേഷം വാങ്ങിച്ച് എക്സിക്യൂട്ട് ആയതിനു ശേഷം പിന്നെ ചിന്തിച്ചിട്ട് കാര്യമില്ല. പിന്നെ സിറ്റ്, അതായത് എൻട്രി റൈറ്റ്, സിറ്റ് ടൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് നല്ല എൻട്രി എടുക്കുക, പിന്നെ സ്വസ്ഥമായിട്ട് നല്ല സമാധാനത്തോടെ ടൈറ്റായിട്ട് ഇരിക്കാം. അപ്പോൾ ഇവർ നമ്മൾ രണ്ടുപേരും പറയുന്നത് 2 രീതിയിലാണ്. നമ്മൾ നോക്കിയാൽ അറിയാം 2 രീതിയിലാണ്. പക്ഷെ അതിൻ്റെ മെയിൻ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ആകെ സത്ത എന്ന് പറയുന്നത് ഒന്നാണ്. ഒന്നും കൂടി നമ്മൾ മനസ്സിലാവാത്തവരും എന്ന് പറയാം. ചാർലി മുങ്കർ പറഞ്ഞ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യം എന്താണ്? അതായത് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് കുറച്ച് സമയം ആലോചിച്ച് അതിൻ്റെ വരും വരായകളെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്കത് നല്ലതാണെന്ന് പറയാം. പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ് 4ാം പാർട്ട്. അപ്പോൾ ഇത് ഓഹരി വിപണിയിൽ ഇത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ഒരു ബൈ എൻട്രി എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ആലോചിക്കണം. എവിടേക്ക് താഴും, എവിടേക്ക് മുകളിലേക്ക് പോകും എന്നുള്ളത് നല്ല രീതിയിൽ ആലോചിച്ചാൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് കിട്ടും. ജുൻജുൻവാല നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകൂടി പറയാം. 4ാമത്തെ ഭാഗത്തിൽ പറയുന്നത് എന്താണ് പറയുന്നത്? റൈറ്റ് ഡിസിഷൻ എടുക്കുക. അത് കഴിഞ്ഞിട്ട് സിറ്റ് ടൈറ്റ് എന്നാണ് പറയുന്നത്. അതായത് എൻട്രി റൈറ്റ്, അതായത് നമ്മൾ ഒരു സ്റ്റോക്ക് മേടിക്കുന്നതിന് മുമ്പ് അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പഠിച്ചിട്ട് അത് മേടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ പരിതപിച്ചിട്ടോ അല്ലെങ്കിൽ പശ്ചാത്തപിച്ചിട്ടോ കാര്യമില്ല.
പേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ടിരിക്കാം. അപ്പോൾ ഇവർ രണ്ട് പറയുന്നതിൻ്റെ ആകെ സത്ത ഒന്നാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ഉള്ള കാര്യം. അപ്പോൾ അടുത്ത വീഡിയോയിൽ ചാർലി മുങ്കറിൻ്റെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അതുകൂടാതെ ജുൻജുൻവാലയുടെ വീഡിയോസ് ഇനിയും വരാനുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് ഒരു പാഷനായിട്ട് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഭാഗമായി കൊണ്ടു നടക്കാൻ തീരുമാനം ഉള്ളവർ ഈ വീഡിയോ എല്ലാം കാണുക, മനസ്സിലേക്ക് കയറ്റുക, നല്ല രീതിയിൽ പഠിക്കുക, പഠിച്ചിട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയുമാണ് പറയാനുള്ള കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.